ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഈ കൊച്ചു കേരളത്തിൽ ശാസ്ത്രീയ കലകളെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ എത്ര ശാസ്ത്രീയ കലകളായി നമ്മുടെ നാട്ടിൽ ഇവിടെ പുലർന്നു പോകുന്നത് അത്ഭുതം തോന്നും. കാരണം മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ശാസ്ത്രീയ കല എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ നൃത്തകല എന്ന് പറഞ്ഞാൽ ഭരതനാട്യം മാത്രം. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ കുച്ചിപ്പുടി മാത്രം. ഒറീസയിലാണെങ്കിൽ ഒഡീസി മാത്രം. ഉത്തർപ്രദേശിലാണെങ്കിൽ കഥക്ക് മാത്രം. നേരെ വെച്ച് മണിപ്പൂരിലാണെങ്കിൽ മണിപ്പുരി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ ഒരു ചെറിയ ഭൂമികയിൽ ഉണ്ടായിട്ടുള്ള കലാരൂപങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടിയാട്ടം പോലുള്ള ഒരു സംസ്കൃത നാടക പ്രസ്ഥാനം, അത് ഭാരതത്തിൽ അവശേഷിക്കുന്ന പാരമ്പര്യ നാടകാവതരണ രീതി, നാടകാവതരണ സംസ്കാരം, അത് ഈ കൂടിയാട്ടം എന്നുള്ള പേരിൽ കേരളത്തിൽ മാത്രമേ നിലനിന്നുള്ളൂ. അത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കാലത്തേക്കൊന്നും സംഭവിക്കുന്നില്ല. 17-ാം നൂറ്റാണ്ടാവുമ്പോൾ കൃഷ്ണാട്ടം എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ടാവും. അത് വളരെ നൃത്തപ്രധാന കലയാണ്. നൃത്തത്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശ്രീകൃഷ്ണ അവതാരങ്ങളുടെ, ശ്രീകൃഷ്ണ കഥകളുടെ ഒരു ആഖ്യാനമാണ് നമ്മൾ കൃഷ്ണാട്ടത്തിൽ കാണുന്നത്. കൃഷ്ണാട്ടം കഴിഞ്ഞാൽ രാമനാട്ടം വരുന്നു. രാമനാട്ടത്തിൽ നൃത്തമുണ്ട്, നാട്യമുണ്ട്. രാമനാട്ടത്തിന് തൊട്ട് പിൻപേ അതിൻ്റെ പരിഷ്കൃത രൂപമായിട്ടുള്ള കഥകളി വരുന്നു. ഇങ്ങനെ പിന്നെ തുള്ളൽ വരുന്നുണ്ട്. ഇങ്ങനെ പല പല കലകളുടെ ഒരു സന്നിവേശം, പല പല കലകൾ ഒന്നിച്ച് ഒരു മണ്ണിൽ പുലരുന്ന ഒരു കാഴ്ച. വിശേഷിച്ച് ശാസ്ത്രീയ കലാരൂപങ്ങൾ വളരെയധികം സാധനയും വാസനയും ആവശ്യപ്പെടുന്ന കലാരൂപങ്ങൾ. ഈ കലാരൂപങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഭാരതത്തിലെ മറ്റൊരു പ്രദേശത്തും നമുക്ക് കാണാൻ കഴിയില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മോഹിനിയാട്ടം എന്ന നൃത്തരൂപം ഒരു സ്ത്രീ നൃത്ത കലാരൂപം ഈ കേരളത്തിൽ ഉദയം ചെയ്തതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എവിടെയും ചെന്നെത്തില്ല. കാരണം എന്നാണ് മോഹിനിയാട്ടം ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ നിർവാഹമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് 17-ാം നൂറ്റാണ്ടിൽ കൃഷ്ണാട്ടവും കഥകളിയും ഉണ്ടായതിന് ശേഷമാവണം മോഹിനിയാട്ടം ഇവിടെ വേരൂന്നിയിട്ടുണ്ടാവുക. അതിനു മുമ്പ് നങ്ങ്യാർകൂത്തുണ്ട്. പക്ഷെ നങ്ങ്യാർകൂത്തും മോഹിനിയാട്ടവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വിഷമമാണ്. മോഹിനിയാട്ടം എന്നത് അരങ്ങിൽ വരുന്ന നർത്തകി നായകനെ ഓർത്ത് വിരഹം നടിക്കുകയും അല്ലെങ്കിൽ നായകനുമൊത്തുള്ള പുനഃസമാഗമത്തിൽ മോഹിക്കുകയും അല്ലെങ്കിൽ നായകൻ്റെ സംഗമത്തിൽ സന്തോഷിക്കുകയും ഇങ്ങനെ പ്രണയത്തിൻ്റെ, ശൃംഗാരത്തിൻ്റെ നാനാവർണ്ണങ്ങളുടെ ഒരു ദൃശ്യാഖ്യാന സംസ്കാരത്തെയാണ് നമ്മൾ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇത് പാരമ്പര്യമായി സ്ത്രീകളാണ് ചെയ്തു വരുന്നത്. നമ്മളിതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് അറിയാവുന്നിടത്തോളം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇടത്തരം നായർ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകളാണ് നാട്യവാസനയുള്ള, നൃത്തവാസനയുള്ള, രൂപഗുണമുള്ള സ്ത്രീകളുടെ ഒരു അവതരണ സംസ്കാരമാണ് വാസ്തവത്തിൽ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. മോഹിനി എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് നിർവചനങ്ങൾ കൊണ്ടുവരാം. നമുക്ക് ഇതിഹാസങ്ങളിലൊക്കെ മോഹിനിയുണ്ട്. വിഷ്ണു മോഹിനിയായി അവതരിച്ചതിനെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പ കഥകളുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നമുക്ക് പറയാം. പക്ഷെ വെറും ഒരു വാക്ക് എന്നുള്ളത് മോഹിനി എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിലും എടുക്കാം. അപ്പോൾ പഴയ കാലത്ത് ഈ വലിയ പ്രഭു കുടുംബങ്ങളിലും നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലുമൊക്കെ ദാസിമാരുണ്ടായിരുന്നു, നർത്തകികളുണ്ടായിരുന്നു. ആ നർത്തകികൾ നൃത്തം അവതരിപ്പിക്കുകയും അതിനുള്ളൊരു പ്രതിഫലം അവർക്ക് രാജാവോ നാട്ടുരാജാക്കന്മാരോ നാട്ടുപ്രഭുക്കളോ ഒക്കെ ഭൂപ്രഭുക്കളോ ഒക്കെ കൊടുത്തു വന്നിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിലെമ്പാടും ഉണ്ടായിരുന്ന പോലെ കേരളത്തിൽ നിലനിന്നിരിക്കണം. ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നിന്നാവണം മോഹിനിയാട്ടം എന്ന കലാരൂപം
മെല്ലെ മെല്ലെ ഉദയം കൊണ്ടത് എന്ന ഒരു അനുമാനത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത്. അത് ഈ മോഹിനിയാട്ടം എന്ന പേര് ആര് കൊടുത്തു, ഏത് കാലത്ത് മോഹിനിയാട്ടം എന്ന പേര് ഉണ്ടായി, അതിനു മുമ്പ് ഇതിന് ദാസിയാട്ടമായിരുന്നു, ഈ ദാസിയാട്ടത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപമായിട്ടാണോ മോഹിനിയാട്ടം നിലനിന്നത്, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒന്നാമത് ഇവിടെ ദാസികളുണ്ടായിരുന്നു. ദേവദാസി എന്നൊരു ജാതി കേരളത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ ദേവദാസികൾ കേരളത്തിൽ പല പ്രദേശങ്ങളിലും അപൂർവമായിട്ടുണ്ടായിരുന്നു. ഈ ദേവദാസികളൊക്കെ കേരളത്തിൽ സ്വമേധയാ ഉണ്ടായിരുന്നതാണോ അതോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ ഗോവയിൽ നിന്നോ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നതാണോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഗോവയിൽ നിന്നൊക്കെ സൗത്ത് കാനറ വഴിക്ക് ദേവദാസികൾ വരികയും ദേവദാസികൾക്ക് ഇവിടെ ഒരു ആസ്ഥാനം ഉണ്ടാവുകയും കൊച്ചി രാജാവിൻ്റെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ട് പഴയന്നൂർ ക്ഷേത്രത്തിലും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലും ഒക്കെ ദേവദാസികൾ നൃത്തം ചെയ്തിരുന്നു. അവർ കൊങ്ങിണികളാണ് വാസ്തവത്തിൽ. അവർ നമ്മൾ ഈ മോഹിനിയാട്ടത്തിൽ ഇന്ന് പരാമർശിക്കപ്പെടുന്ന മോഹിനിയാട്ടക്കാരുടെ ആദിമ രൂപങ്ങളല്ല. അവർ വേറൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ദേവദാസികളായിട്ട് തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരാണ്, അഭയം തേടി വന്നവരാണ്. അവർക്ക് കൊച്ചി മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്ത സ്ഥാനവും ബഹുമാനവും മാന്യതയും ഒക്കെ കൊണ്ട് അവർ നിയുക്തരായ ക്ഷേത്രങ്ങളിലാണ് അവർ നൃത്തം ചെയ്തിരുന്നത്. ആ നൃത്തം എന്നത് മോഹിനിയാട്ടമാണോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ തെളിവുകളില്ല. അതുകൊണ്ട് മോഹിനിയാട്ടം എന്ന പേരും മോഹിനിയാട്ടം എന്ന പേരിൽ അവതരിച്ച നൃത്തകലയും അതിൻ്റെ പ്രയോക്താക്കളും ഒക്കെ ഏത് കാലത്ത് കൃത്യമായി കേരളത്തിലുണ്ടായി എന്നതിനെപ്പറ്റി നമുക്ക് വളരെ ശക്തമായ തെളിവുകളോടുകൂടിയ ഉദാഹരണങ്ങൾ നിരത്താനില്ല എന്ന് തന്നെ പറയണം. അതെന്തായാലും തിരുവിതാംകൂറിൽ സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ധാരാളം നർത്തകികൾ അവിടെ വന്ന് നൃത്തം ചെയ്യുകയും നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വലിയൊരു സംസ്കാരം സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നതിനെ പറ്റിയൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി അവിടെ നിന്നും പിൽക്കാലം പാലക്കാട്ടേക്ക് പല കാരണങ്ങളാലും താമസം മാറ്റേണ്ടി വന്ന പാലക്കാട്ട് പരമേശ്വര ഭാഗവതർ, ആ പരമേശ്വര ഭാഗവതർ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ പ്രചരിപ്പിച്ച ഒരു നൃത്തകലാ സംസ്കാരമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് സ്ത്രീകൾക്ക്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇടത്തരം നായർ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വാസന സാധനാനുഗ്രഹീതരായ സ്ത്രീകളെ പഠിപ്പിച്ചു കൊടുത്ത് സജ്ജമാക്കിയ ഒരു നൃത്തകലയായിട്ട് വേണം മോഹിനിയാട്ടത്തിനെ നമ്മൾ പരിഗണിക്കാൻ. അതിൻ്റെ മറ്റു തരത്തിലുള്ള ചരിത്രപരമായ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ചരിത്രപരമായ അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് വൈഷമ്യത്തിലേക്ക് നമ്മൾ അത് നയിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിന് മറ്റു കലകളുമായി നങ്ങ്യാർകൂത്ത് പോലെ ഉള്ള ഒരു കലയുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാൽ ആലോചന എവിടെയും ചെന്നെത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, തൃശ്ശൂർ പാലക്കാട് പ്രദേശങ്ങളിൽ ഈ ജില്ലകളിലെ ചില വ്യത്യസ്ത ദേശങ്ങളിൽ നിലകൊണ്ട, അവിടെ നിന്നും ഉദയം കൊണ്ട, അവിടെ പ്രഫുല്ലമായി തീർന്ന ഒരു നർത്തന സംസ്കാരമാണ് മോഹിനിയാട്ടം എന്ന് പറയേണ്ടതായിട്ട് വരും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഏതായാലും ഈ സ്ത്രീ നർത്തന പാരമ്പര്യം മിക്കവാറും ഇല്ലാതായി തീർന്നു. അതിന് കാരണം ദേവദാസി സമ്പ്രദായം പല ദേശങ്ങളിലും തമിഴ്നാട്ടിലടക്കം നിരോധിക്കപ്പെട്ടു. വിക്ടോറിയൻ പ്രൂഡിഷ്നസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ബ്രിട്ടീഷുകാരുടെ ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ടുവന്ന സദാചാര സങ്കല്പങ്ങൾക്ക് നിരക്കുന്ന വിധത്തിൽ അല്ലാത്ത പല കലാരൂപങ്ങളെയും നിഷ്കാസിതമാക്കുക എന്നൊരു നിലപാടിൻ്റെ ഭാഗമായി ദാസിയാട്ടം നിരോധിക്കപ്പെട്ടപ്പോൾ അതിൽ പെടാത്തതും എന്നാൽ അതിൽ പെടുമെന്ന് തോന്നിക്കുന്നതുമായ മോഹിനിയാട്ടവും സ്വമേധയാ ഇല്ലാതായി തീർന്നു. അല്ലെങ്കിൽ
മോഹിനിയാട്ടം കളിച്ചിരുന്ന അക്കാലത്തെ നർത്തകിമാരൊക്കെ ആ കലാരൂപത്തെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല, ഞങ്ങളായി അത് ഇനി അരങ്ങിൽ ആവിഷ്കരിക്കില്ല, പ്രഭുകുടുംബങ്ങളിലൊന്നും കളിക്കില്ല എന്നൊരു തീരുമാനമെടുത്തതായി വേണം നമുക്ക് കരുതാൻ. അതെന്തായാലും അപ്പോൾ ആ കാലത്തൊക്കെ കേട്ടിട്ടുള്ള വലിയ വലിയ പേരുകൾ മംഗളി കൊച്ചുട്ടിയമ്മ, പിന്നെ ചോമായിൽ മാധവിയമ്മ, ഒരിക്കലെടുത്ത് കല്യാണിയമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തടുക്കശ്ശേരി പാറുകുട്ടിയമ്മ, ഇങ്ങനെയുള്ളവരൊക്കെ മോഹിനിയാട്ടം കളിച്ചിട്ടുണ്ടാവണം. പക്ഷേ കാലക്രമേണ ഈ നൃത്തകലയോട് അന്നത്തെ വിദ്യാസമ്പന്നരായ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ചവരും ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറാൻ വെമ്പൽ കൊണ്ടിരുന്ന ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള നർത്തകികളെയും അവരുടെ നൃത്തകലാ സംസ്കാരത്തെയും വല്ലാതെ ദുഷിച്ചതിൻ്റെ ഫലമായി അവരെല്ലാം ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങുകയും ആരും അവർക്ക് പഠിച്ച ഓർമ്മയിലുള്ള ഇനങ്ങൾ പോലും ചെയ്യാൻ അവസരങ്ങളില്ലാതെ, ചെയ്താൽ അവർ അപഹസിക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് അവരെല്ലാം കുടുംബത്തിലേക്ക്, അവരുടെ ദാരിദ്ര്യത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ സംജാതമാവുകയും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വള്ളത്തോൾ മഹാകവി കേരള കലാമണ്ഡലം സ്ഥാപിച്ചപ്പോൾ ഇവിടെ ഒരു അത്ഭുതകരമായൊരു കാര്യം, വള്ളത്തോളിൻ്റെ അച്ഛന് ദാമോദരൻ ഇളയതെന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിനൊരു മോഹിനിയാട്ട സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ മോഹിനിയാട്ടം കണ്ടൊരു ശീലം വള്ളത്തോളിനുണ്ടായിരുന്നു. അതുകൊണ്ട് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഒരു നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനാവാത്ത ഒരു ലാവണ്യ സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കിയ മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ടത്തെ സമുദ്ധരിക്കണമെന്ന്, അതിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായതിനു ശേഷം 1934 അദ്ദേഹം മുളങ്കുന്നത്ത് കാവിലേക്ക്, അവിടെയായിരുന്നു കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം, അമ്പലപുരത്തേക്ക് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട അദ്ദേഹവും മുകുന്ദരാജവും ചേർന്ന് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച്, പലരോടും ചോദിച്ച്, പലരെയും പ്രേരിപ്പിച്ച് അവരൊന്നും കൂട്ടാക്കാതെ, എന്നിട്ടും ഒരു കല്യാണിയമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കലാമണ്ഡലത്തിൽ അധ്യാപികയായി കൊണ്ടുവരികയും അങ്ങനെ മോഹിനിയാട്ടം പഠിക്കാൻ ഒരു സ്ഥാപന സംസ്കാരം രൂപമെടുക്കുകയും ചെയ്യും. അതിന് പഠിക്കാനൊക്കെ കുട്ടികളെ കിട്ടാൻ വളരെയധികം വിഷമിച്ചു. ഒടുക്കം അവിടെ മുകുന്ദരാജാവിൻ്റെ തന്നെ ഒരു ജോലിക്കാരനായിരുന്ന ഒരാളുടെ മകള് തങ്കമണി എന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യമായിട്ട് മോഹിനിയാട്ടം പഠിക്കാൻ കിട്ടുന്നത്. അതിനുശേഷം ഈ കല്യാണിയമ്മ അവിടുന്ന് പോകുന്നു. പിന്നീട് കൊരട്ടിക്കര കൃഷ്ണപ്പണിക്കർ എന്നൊരു ആചാര്യൻ വരുന്ന നട്ടുവനാണ് അദ്ദേഹം അവിടെ പഠിപ്പിക്കാൻ വരുമ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, പിന്നീട് പ്രശസ്തയായി തീർന്ന കല്യാണിക്കുട്ടിയമ്മയെ പോലുള്ള ഏതാനും വിദ്യാർത്ഥിനികളെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ കിട്ടുന്ന ഒരുപാട് പേരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ചതിന് ശേഷമാണ് വള്ളത്തോളും മുകുന്ദരാജാവും ഈ മോഹിനിയാട്ടം എന്ന നൃത്തകലയെ കലാമണ്ഡലത്തിൽ നിലനിർത്തിയത്. അതിനുശേഷം കലാമണ്ഡലത്തിൽ ഒരു സ്ഥാപന വൽക്കരണത്തിൻ്റെ ഭാഗമായി മാറിയതോടുകൂടി മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് പലവിധ വ്യതിയാനങ്ങളും സംഭവിക്കുന്നു. അവിടെ നിന്ന് പഠിച്ചു പോയ ആളുകൾ അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു, പ്രയോഗതലത്തിൽ അതിന് ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്തുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും 1950കളൊക്കെ ആവുമ്പോഴേക്കും മോഹിനിയാട്ടത്തിന് വീണ്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൻ്റെ സംഗീതത്തിൽ, അതിൻ്റെ ചലനങ്ങളിൽ, അതിൽ അവതരിപ്പിക്കപ്പെടുന്ന ഇനങ്ങളിൽ ഒക്കെ വലിയ വികാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രചോദനമായി ഭവിച്ചത്, ഇതിനൊക്കെ അതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയായി നിലകൊണ്ടത് മരിക്കുന്നത് വരെ മഹാകവി വള്ളത്തോളായിരുന്നു. കലാമണ്ഡലത്തിൽ അധ്യാപികയായി ഏറ്റവും പ്രഗത്ഭയായി തീർന്നത് വള്ളത്തോളിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം അവിടെ അവസാനമായി നിയമിച്ച വലിയ മോഹിനിയാട്ട അധ്യാപിക തോട്ടാശ്ശേരി ചിന്നമ്മു അമ്മയാണ്. ഈ ചിന്നമ്മു അമ്മ, പഴയന്നൂർ സ്വദേശിനിയായ ചിന്നമ്മു അമ്മയാണ് ആധുനിക മോഹിനിയാട്ടത്തിന് കേരള കലാമണ്ഡലത്തിൽ അസ്ഥിവാരമിട്ട നർത്തകിയും പ്രയോക്താവും, നർത്തകിയും ആചാര്യയും. അവരുടെ
കാലം എന്നത് 1950കളിലാണ്. 1950കളിൽ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥിനികളിൽ ഏറ്റവും പ്രഗത്ഭമതിയായി തീർന്ന കലാകാരിയും ആചാര്യയും കലാമണ്ഡലം സത്യഭാമയാണ്. കലാമണ്ഡലം സത്യഭാമയാണ് പിന്നീട് മോഹിനിയാട്ടത്തിന് കലാമണ്ഡലത്തിൽ നേതൃത്വം കൊടുത്തത്, അതിൻ്റെ അധ്യക്ഷ പദവി വളരെ കാലം അലങ്കരിച്ചത്. അവരുടെ ശിഷ്യപ്രശിഷ്യരാണ് കേരള കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും. കലാമണ്ഡലം ബാണി എന്ന രീതിയിൽ മോഹിനിയാട്ടം വികസിച്ചു വരുന്നതിന് ഈ സാഹചര്യങ്ങളെല്ലാം കാരണമാവുകയും പിൽക്കാലം കലാമണ്ഡലത്തിൻ്റെതായ ഒരു മുഖ്യധാര മോഹിനിയാട്ടം കേരളത്തിൽ പ്രഫുല്ലമായി തീരുകയും ചെയ്തു. അതിൻ്റെ പ്രയോക്താക്കളെയൊക്കെ നമുക്കറിയാം. കലാമണ്ഡലം ക്ഷേമാവതിയുണ്ട്, കലാമണ്ഡലം ലീലാമ്മയുണ്ട്, കലാമണ്ഡലം സുഗന്ധിയുണ്ട്, ഇങ്ങനെ കലാമണ്ഡലം ചന്ദ്രിക, ഇങ്ങനെ തുടങ്ങി കലാമണ്ഡലം സുമതി, ഇങ്ങനെ തുടങ്ങി അനവധി പേര് കലാമണ്ഡലം ശൈലിയുടെ ഉജ്ജ്വലരായ പ്രവക്താക്കളായി മാറുകയും അവർ മോഹിനിയാട്ടത്തിൻ്റെ കലാമണ്ഡലം സമ്പ്രദായത്തെ വിപുലീകരിക്കുകയും പല രീതിയിൽ വികസിപ്പിക്കുകയും അത് പൊതുജന സമ്മതിയിലേക്ക് കൂടുതൽ ഇതിനെ കൊണ്ടുവരികയും ചെയ്തു. സമാന്തരമായി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലത്തിൽ പഠിക്കുകയും കലാമണ്ഡലത്തിൽ പഠിച്ചതിന് ശേഷം പ്രഗത്ഭ കലാകാരനായിരുന്ന കഥകളി നടനായിരുന്ന കലാമണ്ഡലം കൃഷ്ണനായരെ കല്യാണം കഴിക്കുകയും അതിനുശേഷം അവർ കലാമണ്ഡലം വിട്ടുപോവുകയും പിന്നീട് തൃപ്പൂണിത്തുറയിൽ അവർ സ്ഥിരമായൊരു ആസ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷം മോഹിനിയാട്ടത്തെ അവർ നവീകരിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുകയും അവർ പഠിച്ചു വന്ന രീതിയിൽ മോഹിനിയാട്ടത്തെ സമുദ്ധരിക്കാനുള്ളൊരു ശ്രമം ജീവിതാന്ത്യം വരെ നടത്തുകയും ചെയ്തു. കലാമണ്ഡലത്തിൻ്റെ മോഹിനിയാട്ടവും കല്യാണിക്കുട്ടിയമ്മയുടെ മോഹിനിയാട്ടവുമായി സാരമായ വ്യതിയാനങ്ങളില്ല. എങ്കിൽ പോലും മുടി കെട്ടുന്നതിൻ്റെ കാര്യത്തിൽ 1972 ആയിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം. ആ സമയത്തൊട്ട് പരിഷ്കരിക്കപ്പെട്ട കലാമണ്ഡലത്തിൻ്റെ മുടി കെട്ടുന്ന ഒരു സമ്പ്രദായം അത് കല്യാണിക്കുട്ടിയമ്മ സ്വീകരിച്ചില്ല. മുടി പിന്നിടുന്ന ഭരതനാട്യത്തിലേതൊക്കെ പോലെ മുടി പിന്നിലേക്ക് പിന്നിടുന്ന ഒരു രീതി തന്നെയാണ് അവർ കൊണ്ടു നടന്നത്. പക്ഷേ അതിൻ്റെ ആംഗികാഭിനയത്തിലും സാത്വികാഭിനയത്തിലും ഇനങ്ങളുടെ കാര്യത്തിലുമൊക്കെ വലിയ വ്യതിയാനങ്ങൾ കലാമണ്ഡലം ശൈലിയും കല്യാണിക്കുട്ടിയമ്മയുടെ ശൈലിയുമായി കാണാനില്ല. ചില നിലകളുടെ കാര്യത്തിലൊക്കെ ചില വ്യതിയാനങ്ങൾ കണ്ടേക്കാമെങ്കിലും മൗലികമായ മാറ്റങ്ങളില്ല. പക്ഷെ എങ്കിൽ പോലും ഇത് രണ്ടും രണ്ട് സമ്പ്രദായങ്ങളായി, രണ്ട് ബാണികളായി ഇക്കാലം അത്രയും നിലകൊണ്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം 1980-കൾക്ക് ശേഷം സംഭവിക്കുന്ന വലിയ ഒരു വികാസം എന്നത് മോഹിനിയാട്ടത്തിൽ അന്യദേശക്കാർ കടന്നു വരുന്നു. തഞ്ചാവൂർകാരിയായിട്ടുള്ള ഭാരതി ശിവാജി വരുന്നു. അതുപോലെ ഗുജറാത്തി സ്വദേശിനിയാണ്, പക്ഷെ പിൽക്കാലം ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ കനകർലെ മോഹിനിയാട്ടത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ കനകർലയുടെയും ഭാരതി ശിവജിയുടെയും ഒക്കെ അവരുടേതായ രീതിയിലുള്ള സംഭാവനകളിൽ കൂടെ കേരളീയ തനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല അംശങ്ങളെയും സന്നിവേശിപ്പിച്ചുകൊണ്ട് കർണാടക സംഗീത പാരമ്പര്യത്തിൽ നിന്നും കർണാടക സംഗീതം അനുശാസിക്കുന്ന മൃദംഗത്തിൻ്റെ വാദന പാരമ്പര്യത്തിൽ നിന്നുമൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മദ്ദളം ഉപയോഗിച്ചുകൊണ്ടും കേരളീയമായ താളവാദ്യങ്ങളുടെ ചൊല്ലുകളെ ഉപയോഗിച്ചുകൊണ്ടും കേരളീയ രാഗങ്ങളെ കൂടുതലായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും സോപാന സംഗീതത്തിൻ്റെ സവിശേഷതകളെ സ്വാംശീകരിച്ചുകൊണ്ടുമൊക്കെ കനകർലെയും ഭാരതി ശിവജിയും അവരുടേതായ ശൈലീവിശേഷം മോഹിനിയാട്ടത്തിൽ കൊണ്ടുവരികയും ചുരുക്കത്തിൽ വലിയൊരു ബഹുസ്വരത അവകാശപ്പെടാവുന്ന ഒരു കലാരൂപമായി, ഒരു നൃത്തകലാരൂപമായി മോഹിനിയാട്ടം മാറുകയും ചെയ്യുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ നമ്മൾക്ക് കാണാനാവുന്നു. അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള കലാമണ്ഡലത്തിൻ്റേതെന്ന് പറയാവുന്ന പാരമ്പര്യത്തിൻ്റെ അസ്ഥിവാരം വലിയ വ്യതിയാനങ്ങളൊന്നും കൂടാതെ നിലനിർത്തുകയും തങ്ങൾക്ക് ലഭിച്ച അടിസ്ഥാന സങ്കേതങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇനങ്ങളോടുകൂടി അവരുടേതായ ഭാവനകളെ നിയന്ത്രിതമായ രീതിയിൽ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭ്യസന സംസ്കാരവും
അവതരണ സംസ്കാരവും സ്വരൂപിച്ചെടുത്ത കലാമണ്ഡലത്തിൻ്റെ മുഖ്യധാരാ മോഹിനിയാട്ടവും ഒപ്പം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെയും അവരുടെ ശിഷ്യപരമ്പരയുടെയും ഒരു ബാണിയും അതിൽ നിന്നും വിഭിന്നമായി കനകറിലെ കൊണ്ടുവന്ന ഒരുപക്ഷെ കഥകളി സങ്കേതങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സോപാന സംഗീതവുമായി വളരെ രമ്യതയിലേർപ്പെട്ട മദ്ദളം പോലെയുള്ള കേരളീയ വാദ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന അവരുടേതായ ഒരു ശൈലിയും ഇതിൽ നിന്നും കുറച്ചുകൂടി ഭിന്നമായി എന്നാൽ കേരളീയത എന്ന് നമ്മൾ വിവക്ഷിക്കപ്പെടുന്ന കാവാലം നാരായണപ്പണിക്കരൊക്കെ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന പല സങ്കേതങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യക്തിഗത വിശേഷങ്ങളോടുകൂടി നിലനിർത്തിപ്പോരുന്ന അനന്യം എന്ന് പറയാവുന്ന മറ്റൊരാൾക്കും പകർത്താനാവാത്ത ഭാരതി ശിവജിയുടെ ഒരു അഭിനയ നൃത്ത സംസ്കാരം ഇതെല്ലാം ഉൾച്ചേരുന്ന ഒരു ബഹുവർണ്ണ സംസ്കാരമായിട്ടാണ് മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിൽ ഇന്ന് നിലനിന്നു പോരുന്നത്. ഭാഗ്യവശാൽ പല പല ഭിന്നതകളുണ്ടായിട്ടാവാം, ഒരുപക്ഷെ പല ഉരസലുകളുണ്ടായിട്ടാവാം, മത്സരം വളരെ തീക്ഷ്ണമായതുകൊണ്ടാവാം മോഹിനിയാട്ടം എന്ന കലാരൂപവും അതിലെ പ്രയോക്താക്കളും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ് നമ്മുടെ 21-ാം നൂറ്റാണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ശുഭോദർക്കമായൊരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഏത് തരത്തിലുള്ള ആരോഗ്യകരമായ മത്സരവും ഒരു നൃത്തകലാരൂപത്തെ വികാസത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരസ്പരമുള്ള തീവ്രമായ തീക്ഷ്ണമായ മത്സരത്തിൻ്റെ ഫലമായി മോഹിനിയാട്ടം നമ്മുടെ ഭാരതീയ നൃത്തകലാ സംസ്കാരത്തിൽ സമുജ്വലമായ ഒരു സ്ഥാനം ഇന്ന് നേടിയിട്ടുണ്ട്. മറ്റ് നൃത്തകലാരൂപങ്ങളോട് മത്സരിക്കാൻ തക്കവണ്ണം പ്രാപ്തരായ പ്രയോക്താക്കളും അവർക്ക് അതിനെ സജ്ജമാക്കാൻ പാകത്തിലുള്ള ഇനങ്ങളും ഈ മോഹിനിയാട്ട കലയിൽ നിക്ഷിപ്തമാണ്. അത് ഈ കലയെ ഭാവിയിലേക്ക് ഇനിയും നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.